fine. Good morning, good afternoon, good night to one another. So SA 300 Planning and Audit of Financial Statement. ഇതിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊരു സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡിൽ നിന്നും എക്സാം ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. We should have a very good idea about the questions that might ask for the exams. Okay, so എക്സാമിന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഒരു ഇത്തിരി പ്രയോറിറ്റി കൂടുതൽ കൊടുത്തിട്ട് വേണം നമ്മൾ എപ്പോഴും പഠിക്കാൻ പറ്റും. ഓക്കെ ആണോടാ? ഓക്കെ, സോ ഞാനിവിടെ ഓൾറെഡി ഫോക്കസ് ക്വയറീസ് എന്ന് പറഞ്ഞൊരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് RTP MTP ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. എടാ, ഇതിന്റെ അർത്ഥം മറ്റു ചോദ്യങ്ങൾ പഠിക്കണ്ട എന്നല്ല, മറ്റു ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഈ പറഞ്ഞ 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഒരു പ്രയോറിറ്റി ലേശം കൂടുതലായിട്ട് കൊടുത്താൽ മതിയാകും. ഓക്കെ ആണോടാ? സോ ഫസ്റ്റ് ഓഫ് ഓൾ SA 300 പ്ലാനിങ്ങിനകത്ത് നമ്മൾ 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, എസ്റ്റാബ്ലിഷിംഗ് ദ ഓറൽ ഓഡിറ്റ് സ്ട്രാറ്റജി. 2, ഡെവലപ്പിംഗ് ദ ഓഡിറ്റ് പ്ലാൻ. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡിനകത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, എസ്റ്റാബ്ലിഷിംഗ് ദ ഓഡിറ്റ് സ്ട്രാറ്റജി. 2, ഡെവലപ്പിംഗ് ദ ഓഡിറ്റ് പ്ലാൻ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് നമ്മൾ ഫോക്കസ് ചെയ്യണം. എസ്റ്റാബ്ലിഷിംഗ് ദ സ്ട്രാറ്റജി, ഡെവലപ്പിംഗ് ദ പ്ലാൻ. ഓക്കെ ആണോടാ? ഓക്കെ ആണ്. സെക്കൻഡ് തിങ്, ഒരു വർക്ക് കിട്ടുന്ന സമയത്ത്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഓഡിറ്റ് വർക്ക് കിട്ടുന്ന സമയത്ത് ആ ഓഡിറ്റ് വർക്കിന്റെ പ്ലാൻ, ഓഡിറ്റ് പ്ലാനിനകത്ത് ആരൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നത്, അല്ലെങ്കിൽ ആരാണ് ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്നത്? ആൻസർ, ദ എൻഗേജ്മെന്റ് പാർട്ട്ണർ ആൻഡ് കീ മെമ്പേഴ്സ് ഓഫ് എൻഗേജ്മെന്റ് ടീം. എൻഗേജ്മെന്റ് പാർട്ട്ണർ ആൻഡ് കീ മെമ്പേഴ്സ് ഓഫ് എൻഗേജ്മെന്റ് ടീം. എൻഗേജ്മെന്റ് പാർട്ട്ണർ ആരാണ്? എൻഗേജ്മെന്റ് പാർട്ട്ണർ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി SQC1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. SA 220 SQC1 ക്വാളിറ്റി കൺട്രോളിന്റെ ആ 2 സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെന്റ് പാർട്ട്ണർ ഷുഡ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, മെമ്പർ ഓഫ് ICAI, ഫുൾ ടൈം പ്രാക്ടീസ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലടാ? യെസ്. സോ ആരാണ് ഓഡിറ്റ് പ്ലാൻ ചെയ്യേണ്ടത്? എൻഗേജ്മെന്റ് പാർട്ട്ണറും അതേപോലെ തന്നെ നമ്മുടെ ടീം മെമ്പേഴ്സിലെ കീ മെമ്പേഴ്സ് ഓഫ് ദ എൻഗേജ്മെന്റ് ടീം. ഓക്കെ, എല്ലാ ടീം മെമ്പറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യണം എന്നല്ല പറഞ്ഞത്, നമ്മുടെ ടീമിനകത്തുള്ള കീ മെമ്പേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിട്ട്, ഓഡിറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ ആണോടാ? ഓക്കെ ആണ് സർ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, പ്രീലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റി. സി, ഓഡിറ്റിന്റെ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. Even before we audit plan, there are certain activities which an engagement partner should do. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് preliminary engagement activity. Even before we start the current audit, even before we start the planning of the audit, we should perform preliminary engagement activities. Okay ആണോ? യെസ്. അപ്പൊ preliminary engagement activity ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് 220, 220, 210 എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് അല്ലെ? സോ 220, 220, 210 എന്താണ് സർ? 220, 220, 210. സി, 220, 220, 210 എന്താ? I say 210, agreeing the terms of audit engagement. Even before we start the audit, don't you think we should have an agreement with the client? Yes. So the result of the അതായത് നമ്മൾ ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ we should establish an understanding of the terms of engagement അല്ലെ? ഓഡിറ്ററും ക്ലയന്റും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. നമ്മൾ ഓൾറെഡി SA 210 പഠിച്ചു. സെക്കൻഡ് തിങ് എന്താണ്? Whether we should, even before we start our audit plan, we should see whether our team members, our engagement partner and our team member is able to comply to the ethical requirements. Ethical requirements ഓർക്കുന്നുണ്ടോ? PCOC ഞാൻ ഉപയോഗിക്കുന്ന നെമോണിക്സ് ആണ്. PCOC, you remember? Professional behavior, integrity, confidentiality, objectivity, competency and due care. PCOC, PICOC. I hope you remember this. Yes sir. So ബിഫോർ ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് എന്ത്? പ്രീലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റി. ആദ്യം അതിനകത്ത് പറഞ്ഞത് എന്താണ്? വി ഷുഡ് ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ്, ദ ഓഡിറ്റർ ക്ലയന്റും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം റിഗാർഡിംഗ് ദ ഓഡിറ്റ്. സെക്കൻഡ് എന്താ പറഞ്ഞത്? ആസ് an auditor I should see whether myself as well as my team member is able to comply to ethical requirements കംപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ആക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് എൻഗേജ്മെന്റ്. നമ്മൾ SA 220 പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. നമുക്ക് ഒരു ഓഡിറ്റ് വർക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന മുന്നേ നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ കോമ്പിറ്റൻസി ഉണ്ടോ ചെക്ക് ചെയ്യണം, നമ്മുടെ ടീം മെമ്പേഴ്സ് എത്തിക്കൽ റിക്വയർമെന്റ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യണം, ആ വർക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. ഐ ഹോപ്പ് യു റിമെമ്പർ ദിസ് ഇൻ SA 220. If you are not remembering, first study SA 220, then come to SA 300. Okay, so SA 220, SA 220, SA 210. So preliminary engagement activity എന്ന് വെച്ചാൽ എന്താണ്? ഓഡിറ്റ് പ്ലാനിങ്ങിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റി. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, അണ്ടർസ്റ്റാൻഡിങ് ദ
ടേംസ് ഓഫ് എൻഗേജ്മെന്റ്, ഒന്ന് കംപ്ലയൻസ് ടു എത്തിക്കൽ റിക്വയർമെന്റ്, മൂന്ന് എന്താണ് ക്വാളിറ്റി കൺട്രോൾ റിഗാർഡിംഗ് ദ ആക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. ഒരു വർക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഓൾറെഡി എവിടെ പഠിച്ചു? SA 220 പഠിച്ചിട്ടുണ്ട്. ആ പോയിന്റ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രിലിമിനറി ഓഡിറ്റ്, പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റി. ഓക്കെ ആണോടാ? ഓക്കെ ആണ് സർ. എടാ സിമ്പിൾ ക്വസ്റ്റ്യൻ, പ്ലാനിംഗ് ആണോ കൂടുതൽ ഡീറ്റെയിൽഡ്, ഓഡിറ്റ് സ്ട്രാറ്റജി ആണോ? ഇഫ് യു ഡോണ്ട് നോ ജസ്റ്റ് ബൈ ഹാർട്ട് ദിസ്. ഓക്കെ, പ്ലാനിംഗ് ഈസ് മോർ ഡീറ്റെയിൽഡ് ദാൻ ഓഡിറ്റ് സ്ട്രാറ്റജി. പ്ലാനിങ്ങിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക, ഓഡിറ്റ് സ്ട്രാറ്റജി ജനറൽ ആയിട്ടുള്ള കാര്യം. ഇൻ സിമ്പിൾ വേർഡ്സ് ഇപ്പൊ പറയുകയാണെങ്കിൽ സ്ട്രാറ്റജി മോർ ഫോക്കസ് ഓൺ ഹൗ ടു ഡു ആൻ ഓഡിറ്റ്, വേറസ് പ്ലാനിംഗ് മോർ ഫോക്കസ് ഓൺ വാട്ട് ആർ ദ തിങ്സ് വി നീഡ് ടു ഡു ഇൻ ആൻ ഓഡിറ്റ്. അതായത് സ്ട്രാറ്റജി ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ ഹൗ ആൻഡ് പ്ലാനിംഗ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ വാട്ട്. ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, സ്ട്രാറ്റജി ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ ഹൗ ആർ വി ഗോയിങ് ടു ഡു ദ ഓഡിറ്റ്, എത്ര റിസോഴ്സസ് വേണം, എപ്പോ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോ തീർക്കണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വേറസ് പ്ലാനിംഗ് ഫോക്കസ് ഓൺ വാട്ട് ആർ ദ തിങ്സ് വി ആർ ഗോയിങ് ടു ഡു ഇൻ ആൻ ഓഡിറ്റ്, റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ എങ്ങനെ, ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ എങ്ങനെ, അതർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെ, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്ലാനിങ്ങിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ പ്ലാനിംഗ് ആണ് കൂടുതൽ ഡീറ്റെയിൽഡ് ദാൻ ഓഡിറ്റ് സ്ട്രാറ്റജി. ഓക്കെ ആണോടാ? യെസ്. സോ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കവേർഡ് ഇൻ ആൻ ഓഡിറ്റ് പ്ലാൻ? ഓഡിറ്റ് പ്ലാനകത്ത് കവർ ചെയ്യേണ്ട വിഷയങ്ങൾ എന്താണ്? അതായത് ഒരു വർക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഓഡിറ്റിന്റെ പ്ലാൻ ചെയ്യണം. ആ പ്ലാൻ ചെയ്യണം. അപ്പൊ പ്ലാനകത്ത് എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഓഡിറ്റ് പ്ലാനകത്ത് എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ കവർ ചെയ്യണം? ഒന്ന്, പ്ലാനിംഗ് ഷുഡ് ബി മെയ്ഡ് ലൈക്ക് ഹൗ ആർ വി ഗോയിങ് ടു അക്വയർ ദ നോളജ് ഓഫ് ക്ലയൻസ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ക്ലയൻസ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് നോളജ് ഉണ്ടാവും. ആ ഒരു വിഷയം നമ്മുടെ ഓഡിറ്റ് പ്ലാനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെന്താണ്, ഹൗ മച്ച് റിലയൻസ് വി ആർ ഗോയിങ് ടു പ്ലേസ് ഓൺ ദ ഇന്റേണൽ കൺട്രോൾ. കാരണം ഇന്റേണൽ കൺട്രോൾ നമ്മൾ പ്ലേസ് ചെയ്യുന്ന റിലയൻസിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടാവും അല്ലെ. കൺട്രോൾ വീക്ക് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓഡിറ്റിന്റെ രീതിയും, കൺട്രോൾ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓഡിറ്റിന്റെ രീതിയും സെയിം ആയിരിക്കോടാ? അല്ല. കൺട്രോൾ വീക്ക് ആണെങ്കിൽ വി ഹാവ് ടു ഇൻക്രീസ് ദ എന്താണ് എക്സ്റ്റെന്റ് ഓഫ് ഓഡിറ്റിംഗ് അല്ലെ. നമുക്ക് കൺട്രോൾ വീക്ക് ആണെങ്കിൽ അവിടെ ചാൻസ് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് ഹൈ ആണ്, പോസിബിലിറ്റി ഓഫ് മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. സോ even before we start the audit, we have to establish the expected degree of reliance to be placed on internal control. So ഇതിനകത്ത് ഒരുപാട് പോയിന്റ്സ് കാണുന്നുണ്ട്. മിനിമം ഒരു 4-5 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ഇൻവോൾവ്മെന്റ് ഓഫ് എക്സ്പേർട്സ്. ഈ ഒരു ഓഡിറ്റിനകത്ത് എക്സ്റ്റേണൽ പാർട്ടീസ് അതുപോലെ എക്സ്പേർട്സിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇൻവോൾവ്മെന്റ് ഓഫ് അതർ ഓഡിറ്റേഴ്സ്, ബ്രാഞ്ച് ഓഡിറ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സെറ്റിംഗ് അപ്പ് ഓഫ് മെറ്റീരിയാലിറ്റി. നമ്മൾ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഓഡിറ്റ് പ്ലാനിനകത്ത് നമ്മൾ ഡിസൈഡ് ചെയ്യണം മെറ്റീരിയാലിറ്റി ലെവൽ ഫോർ അക്കൗണ്ട് ബാലൻസസ്, മെറ്റീരിയാലിറ്റി ലെവൽ ഫോർ ക്ലാസസ് ഓഫ് ട്രാൻസാക്ഷൻ. വി ഹാവ് ടു സെറ്റ് ഇറ്റ്. പിന്നെന്താണ്, ആപ്ലിക്കബിൾ ലീഗൽ ഓർ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന എൻറ്റിറ്റിക്ക് ഏതൊക്കെ നിയമങ്ങളാണ് ബാധകമായിട്ടുള്ളത്, അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലീഗൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് അവർക്ക് ബാധകമായിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഏതാണ്? പെട്ടെന്ന് കമന്റ്. ഞാൻ ഉത്തരം പറഞ്ഞില്ല. ഈ ലോ, റെഗുലേഷൻ, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, എന്താണ് നേച്ചർ ആൻഡ് ടൈമിംഗ് ഓഫ് റിപ്പോർട്ട്, എപ്പോഴാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കേണ്ടത്, എങ്ങനെ റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമ്മൾ നമ്മുടെ പ്ലാനിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കവേർഡ് ഇൻ ദ ഓഡിറ്റ് പ്ലാൻ? നമ്മൾ നമ്മുടെ ഓഡിറ്റ് പ്ലാനകത്ത് എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടത്? നോളജ് അബൌട്ട് ക്ലയൻസ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ക്ലയന്റിന്റെ അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണ്, അവർ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് പോളിസീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ പ്ലാനിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. എത്രത്തോളം റിലയൻസ് ടു ബി പ്ലേസ്ഡ് ഓൺ ദ ഇന്റേണൽ കൺട്രോൾ. പിന്നെന്താണ്, എക്സ്പേർട്സിനെ ഇൻവോൾവ് ചെയ്യണോ വേണ്ടിയോ, അതർ ഓഡിറ്റേഴ്സിനെ ഇൻവോൾവ് ചെയ്യണോ വേണ്ടിയോ. പിന്നെന്താണ്, മെറ്റീരിയാലിറ്റി സെറ്റ് ചെയ്യണം, എന്തൊക്കെ നിയമങ്ങളാണ് അവർക്ക് ബാധകമായിട്ടുള്ളത്, ഇത് നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ നമ്മൾ ഓഡിറ്റ് പ്ലാനിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഓഡിറ്റ് വൃത്തിയിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോടാ? ഓക്കെ ആണ് സർ. Next, planning is not a discrete phase but rather a continuous and iterative phase. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 മാർക്സിനൊക്കെ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, സോ എന്താ അവിടെ പറയുന്നത്? പ്ലാനിങ് ഇസ് നോട്ട് ലൈക്ക് എ വൺ ടൈം പ്രോസസ്, വൺസ് യു ആർ ഡൺ വിത്ത് പ്ലാനിങ് കഴിഞ്ഞു എന്നാണോ? അല്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് നോക്കിയാട്ടെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെൻ ഐ വാസ് എ സ്റ്റുഡന്റ് ഐ യൂസ് ടു പ്രിപ്പയർ എ പ്ലാൻ. ആ പ്ലാൻ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നോക്കും. എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എനിക്ക് എന്റെ പ്ലാൻ സക്സസ്ഫുൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും പുതിയ പ്ലാൻ ഉണ്ടാക്കുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും, അതും ഫെയിൽ ആവും, വീണ്ടും പുതിയ പ്ലാൻ. സോ പ്ലാനിങ് ഈസ് നോട്ട് ലൈക്ക് എ വൺ ടൈം പ്രോസസ്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആൻഡ് ഐറ്ററേറ്റീവ് പ്രോസസ്.
എപ്പോഴാണ് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുക? കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് തീരുന്ന സമയത്ത് ഈ വർഷത്തെ ഓഡിറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടിൽ ദ കംപ്ലീഷൻ ഓഫ് ദ കറന്റ് ഇയർ ഓഡിറ്റ്. സാർ ഒന്നുകൂടി പറയാം, കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വർഷത്തെ ഓഡിറ്റ് വേണ്ടിയിട്ട് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യും. ഈ വർഷത്തെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഡൺ. ഓക്കെ ആണോടാ? യെസ് സർ. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് സ്ട്രാറ്റജി. ഹൗ ടു എസ്റ്റാബ്ലിഷ് ഓഡിറ്റ് സ്ട്രാറ്റജി. എടാ, സ്ട്രാറ്റജി എന്ന വാക്കിന്റെ കൂടെ തന്നെ എപ്പോഴും ഞാൻ പറഞ്ഞൊരു ടേം ആണ് STD. ഐ ഹോപ്പ് യു റിമെമ്പർ ദിസ്. STD എന്താ? STD സ്കോപ്പ് ടൈമിംഗ് ഡയറക്ഷൻ. എന്താണ്? സ്കോപ്പ് ടൈമിംഗ് ഡയറക്ഷൻ. സോ ഈ ഒരു സെന്റൻസ് മക്കളെ ബൈഹാർട്ട് അടിച്ചു വെച്ചോ. ബൈഹാർട്ടിൽ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബൈഹാർട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സെന്റൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സെന്റൻസ് എഴുതിയാൽ തന്നെ ഒരു മാർക്ക് പക്കാ ഷുവർ. Overall audit strategy sets the scope, timing, direction of the audit and guides the development of more detailed audit plan. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു, ആദ്യം സ്ട്രാറ്റജി പിന്നെയാണ് പ്ലാൻ എന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് സ്ട്രാറ്റജി എസ്റ്റാബ്ലിഷ് ചെയ്യും, അതിനനുസരിച്ച് വി വിൽ ഡെവലപ്പ് ദ ഓഡിറ്റ് പ്ലാൻ. ആദ്യം സ്ട്രാറ്റജി എസ്റ്റാബ്ലിഷ് ചെയ്യും, അതിനനുസരിച്ച് വി വിൽ ഡെവലപ്പ് ദ audit plan. Okay, what are the factors affecting the establishment of overall audit strategy? First point, identifying the characteristics of the engagement that define the scope. STD S. So first point, how to establish a good audit strategy. First point, നമ്മൾ ചെയ്യുന്ന ഓഡിറ്റ് വർക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം. നമ്മൾ ചെയ്യുന്ന എൻഗേജ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം. അവർക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ട്, അവർ ഏതൊക്കെ ബ്രാഞ്ചാണ്. നമ്മൾ സ്കോപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്കോപ്പ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മളെ പരിധികൾ അല്ലെ. സോ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എൻഗേജ്മെന്റ് ദാറ്റ് ഡിഫൈൻ ഇറ്റ്സ് സ്കോപ്പ് അല്ലെ. സോ ഇവിടെ എന്താ പറയുന്നത്? വാട്ട് ആർ ദ എൻഗേജ്മെന്റ്, നമ്മൾ പെർഫോം ചെയ്യുന്ന എൻഗേജ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിനനുസരിച്ചാണ് നമുക്ക് നമ്മുടെ സ്കോപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെയ്യുന്ന ഓഡിറ്റ് ആണ്, ആ നമ്മുടെ ക്ലയന്റിന് എത്ര ബ്രാഞ്ചസ് ഉണ്ട്, അവിടെ ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്, എല്ലാ ബ്രാഞ്ചസും ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ടോ. സോ വി ഹാവ് ടു ഡിസൈഡ് ദിസ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ ആണോ? സെക്കൻഡ് പോയിന്റ്, അസർട്ടൈൻ ദ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ദ എൻഗേജ്മെന്റ്. റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ് എന്താണ്? വാട്ട് ഇസ് ദ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് അവർ ഓഡിറ്റ്? കാരോ റിപ്പോർട്ടിംഗ് അവർക്ക് ആപ്ലിക്കബിൾ ആണോ അല്ലയോ? ആ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ് അറിഞ്ഞാൽ മാത്രമേ വി ക്യാൻ ഡിസൈഡ് ദ ടൈമിംഗ് ഓഫ് ദ ഓഡിറ്റ് ആൻഡ് നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ റിക്വയർഡ്. എപ്പോഴാണ് ഞാൻ എന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ സബ്മിറ്റ്, എന്റെ റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം. സോ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ് അറിഞ്ഞിരിക്കണം. ആദ്യം നമുക്ക് അറിയേണ്ടത് സ്കോപ്പ് ഡിസൈഡ് ആണ്. സ്കോപ്പ് ഡിസൈഡ് ആണെങ്കിൽ വി ഷുഡ് നോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എൻഗേജ്മെന്റ്. Second, we should know the reporting objective. Reporting objective, what are the things we need to report? Caro reporting undo illeo. So if you know the reporting objective, accordingly you can decide the timing of the audit. Eppalana audit njan cheyidu theerkandad, the timing of the audit, nature of communication required, എന്ത് ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ആരോടൊക്കെയാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, all these factors. Okay, next, consider the factors in auditor's professional judgment significant in ഡയറക്ടിങ് എൻഗേജ്മെന്റ് ടീംസ് എഫർട്ട്. എന്റെ ടീം മെമ്പേഴ്സ് ഏത് ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഈ വർഷം ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന എൻറ്റിറ്റിയിൽ ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടന്നു, അല്ലെങ്കിൽ സബ്സീക്വന്റ് ഇവന്റ് നടന്നു, എന്തെങ്കിലും ഒരു സംഭവം നടന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ ടീം മെമ്പേഴ്സ് കൂടുതൽ എഫേർട്ട് ഇടേണ്ടത് എവിടെയാണ്, ഏത് പെർട്ടിക്കുലർ ഏരിയയിലാണ് എന്റെ ടീം മെമ്പേഴ്സ് കൂടുതൽ സിഗ്നിഫിക്കന്റ് എഫേർട്ട് ഇടേണ്ടത്. ഓക്കെ ആണോടാ? യെസ് സർ, ഗോട്ട് ഇറ്റ് സർ. നെക്സ്റ്റ്, consider the result of preliminary engagement activities, whether applicable. തൊട്ട് മുന്നേ നമ്മൾ പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് പഠിച്ചതാണ്. സോ ആ റിസൾട്ട് ഓഫ് പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് വി ഷുഡ് consider the results of preliminary engagement activities. Okay ആണോ? And last point, ascertain the nature, time and extent of resources. Nature, timing, extent. Nature means what, timing means when, resource means how much. What, when, how much. What are the resources I need? When do I need these resources? Extent means quantity. How much resources do I need to perform this audit? Okay, so ഒരു ഓഡിറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഓഡിറ്റിന്റെ സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞു, കുറച്ച് മുന്നേ പറഞ്ഞു, സ്ട്രാറ്റജി ഗിവ്സ് ദ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ ഹൗ, ആൻഡ് പ്ലാനിംഗ് വിൽ ഗിവ് യു ദ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ വാട്ട്. അപ്പൊ സ്ട്രാറ്റജി ഹൈഫൺ ഇടാം, ഹൗ എന്ന് എഴുതാം. പ്ലാൻ ഹൈഫൺ ഇടാം, വാട്ട് എന്ന് എഴുതാം. ഹൗ ആർ വി ഗോയിങ് ടു ഡു ആൻ ഓഡിറ്റ്, അല്ലെങ്കിൽ പ്ലാനിങ്ങിനകത്ത് വാട്ട് ആർ വി ഗോയിങ് ടു ഡു ഇൻ ആൻ ഓഡിറ്റ്. ഈ രണ്ട് പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഫോക്കസ് ചെയ്ത് വെക്കുക. ഓക്കെ ആണോടാ? സോ ഒരു ഓഡിറ്റ് സ്ട്രാറ്റജി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എൻഗേജ്മെന്റ്, റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്, എവിടെയാണ് എന്റെ എൻഗേജ്മെന്റ് ടീം മെമ്പർ കൂടുതൽ എഫേർട്ട് ഇടേണ്ടത്, റിസൾട്ട്സ് ഓഫ് ദ പ്രീലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റി. ഐ ഹോപ്പ് യു റിമെമ്പർ ദ പ്രീലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റി 220, 220, 210. യെസ് സർ, ഗോട്ട് ഇറ്റ് സർ. നേച്ചർ, ടൈമിംഗ്, എക്സ്റ്റെന്റ്. നേച്ചർ, ടൈമിംഗ്, എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട്, വെൻ, ഹൗ മച്ച്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇതിലെ 5ാമത്തെ പോയിന്റ് കണ്ടോ, ascertain the nature, timing, extent. അതിന്റെ ഒരു എന്താ പറയാ,
ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ആണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ്? വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ഓഡിറ്റ് സ്ട്രാറ്റജി? വാട്ട് ഇസ് ദ ബെനിഫിറ്റ് ഓഫ് ഓഡിറ്റ് സ്ട്രാറ്റജി? നേച്ചർ, ടൈമിംഗ്, എക്സ്റ്റെൻഡ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ റെഡി. നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് അല്ലെ? വാട്ട് ആർ ദ റിസോഴ്സസ് യു നീഡ് ടു ഡിപ്ലോയ്? എനിക്ക് നല്ലൊരു ഓഡിറ്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, ഇഫ് ഐ പ്രിപ്പയർ എ വെരി ഗുഡ് ഓഡിറ്റ് സ്ട്രാറ്റജി, I will have a very good idea about what are the resources I need to complete this particular work. Timing, when these resources are needed to be deployed. Extent, how much resources, the quantity of resources I need. For example, എനിക്ക് എത്ര സ്റ്റാഫ് വേണം, ഇൻവെന്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് എത്ര സ്റ്റാഫ് വേണം, റിലേറ്റഡ് പാർട്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് എത്ര സ്റ്റാഫ് വേണം, ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസ്. So benefits of overall audit strategy is nothing but നമ്മുടെ മുന്നേ പഠിച്ച പോയിന്റിന്റെ അഞ്ചാമത്തെ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ്. നേച്ചർ, ടൈമിംഗ്, എക്സ്റ്റെൻഡ്, വാട്ട്, വെൻ, we have discussed this in detail in our regular classes. Okay, so ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണോടാ? ഓക്കെ ആണ് സർ. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് പ്ലാനിങ്. നമ്മുടെ നെമോണിക്സ് എന്താണ്? അല്ലടാ, യെസ്. ES, engagement team selection. C എന്താണ്? Coordination. A, appropriate attention. P, potential problem. E, efficiency and effectiveness. D, DSR. അല്ലെ? DSR എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ, സൂപ്പർവിഷൻ, റിവ്യൂ. ഓക്കെ ആണോടാ? ഓക്കെ ആണ് സർ. സോ ഒരു നല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ആൻ ഓഡിറ്റർ ടു സെലക്ട് ദ ടീം മെമ്പേഴ്സ്. എനിക്ക് ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും, ഓക്കെ, ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന ആളുകളാണ് വേണ്ടത് എന്റെ ടീമിലേക്ക്. സോ ഇറ്റ് വിൽ ഹെൽപ്പ് മീ ടു സെലക്ട് ദ എൻഗേജ്മെന്റ് ടീം മെമ്പേഴ്സ്. ഇറ്റ് വിൽ സി, ഓഡിറ്റ് ഈസ് നോട്ട് എ വൺ മാൻ വർക്ക് അല്ല, ഒരുപാട് ആൾക്കാരുടെ ഒത്തൊരുമയോട് കൂടി ചെയ്യുന്ന ഒരു വർക്കാണ് ഓഡിറ്റ്. സോ വി നീഡ് ടു ഹാവ് എ കോർഡിനേഷൻ ഓഫ് വർക്ക് ഡൺ. സോ ഇഫ് യു ആർ ഹാവിംഗ് എ വെരി ഗുഡ് ഓഡിറ്റ് പ്ലാൻ, ഇറ്റ് വിൽ അസിസ്റ്റ് ഇൻ ദ കോർഡിനേഷൻ ഓഫ് വർക്ക് ഡൺ. ഓക്കെ ആണോടാ? യെസ്. പിന്നെ നിങ്ങൾ നന്നായിട്ട് ഓഡിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ദ ഓഡിറ്റർ ടു ഡിവോട്ട് അപ്രോപ്രിയേറ്റ് അറ്റൻഷൻ ടു ഇമ്പോർട്ടന്റ് ഏരിയാസ്. നിങ്ങൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ഇമ്പോർട്ടന്റ് ഏരിയാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. അതിപ്പോ പരീക്ഷക്കായാലും ശരി, ഓഡിറ്റിനായാലും ശരി, പ്രോപ്പർ പ്ലാനിങ് വിൽ ഹെൽപ്പ് യു ടു ഡിവോട്ട് അപ്രോപ്രിയേറ്റ് അറ്റൻഷൻ ടു ഇമ്പോർട്ടന്റ് ഏരിയാസ്. വരാൻ പോകുന്ന പ്രോബ്ലംസ് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. ഇഫ് യു ആർ ഹാവിംഗ് എ വെരി ഗുഡ് ഓഡിറ്റ് പ്ലാൻ, വരാൻ പോകുന്ന പ്രോബ്ലംസ്, പൊട്ടൻഷ്യൽ പ്രോബ്ലംസ്, ഇറ്റ് ഹെൽപ്സ് യു ടു ഐഡന്റിഫൈ as well as resolve the potential problems. Pinne, it will help you to conduct the audit in an efficient and effective manner. A good audit plan will help you to direct, supervise and review the work of your team member. A good audit plan will help you to help the engagement partner to direct his engagement team member, supervise his engagement team member, as well as review the works of the engagement team member. Escaped. ES എന്താണ്? Engagement team selection. C, coordination. A, appropriate attention. P, potential problem. E, efficiency and effectiveness. D, DSR. Okay ആണോടാ? Okay ആണ്. Got it. പിന്നെ ഓഡിറ്റ് പ്ലാൻ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രാറ്റജി ഹൗ, പ്ലാൻ വാട്ട്. സ്ട്രാറ്റജി ഹൗ, പ്ലാൻ വാട്ട്. ഓക്കെ ആണോടാ? യെസ്. അപ്പൊ പ്ലാനിങ്ങിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു ഡിസൈഡ് ലൈക്ക് വാട്ട് ആർ വി ഗോയിങ് ടു ഡു ഇൻ ആൻ ഓഡിറ്റ്. അതാണ് നമ്മുടെ പ്ലാൻ. Nature, timing and extent of planned risk assessment procedure, nature, timing and extent of planned further audit procedure and other planned audit procedure. Risk assessment procedure നമുക്കറിയാം 4 ടൈപ്സ് ഉണ്ട് അല്ലെ? എന്താണ്? ഇൻസ്പെക്ഷൻ, എൻക്വയറി, അനാലിറ്റിക്കൽ പ്രൊസീജിയർ, ഒബ്സർവേഷൻ അല്ലെ? സോ ഇതിനകത്ത് നേച്ചർ, വാട്ട് ആർ ദ മെത്തേഡ്സ് വി ഷുഡ് ഫോളോ. ടൈമിംഗ്, എപ്പോഴാണ്. എക്സ്റ്റെന്റ്, ഹൗ മച്ച് വി ആർ സപ്പോസ് ടു ഫോളോ, ഹൗ മച്ച് വി ആർ സപ്പോസ് ടു ഡു. ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ. ഓക്കെ, അതിനകത്ത് ടെസ്റ്റ് ഓഫ് കൺട്രോൾ ഉണ്ട്, പിന്നെന്താണ് സബ്സ്റ്റാൻറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ ഉണ്ട്, സബ്സ്റ്റാൻറ്റീവ് അനാലിറ്റിക്കൽ പ്രൊസീജിയർ ഉണ്ട്. സോ ഇത് നേച്ചർ, വാട്ട് ആർ ദ തിങ്സ് വി ആർ സപ്പോസ് ടു ഡു. ടൈമിംഗ്, വെൻ, എക്സ്റ്റെൻഡ്, ഹൗ മച്ച്. സോ നേച്ചർ, ടൈമിംഗ്, എക്സ്റ്റെൻഡ് ഓഫ് റാപ്പ്, നേച്ചർ, ടൈമിംഗ്, എക്സ്റ്റെൻഡ് ഓഫ് ഫാപ്പ് ആൻഡ് അതർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. സോ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓഡിറ്റ് പ്ലാൻ, മാർക്ക് ദിസ് ക്വസ്റ്റ്യൻ ആസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് അത്യാവശ്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓഡിറ്റ് പ്ലാൻ എന്താണ്? ഒരു ഗുഡ് ഓഡിറ്റ് പ്ലാൻ എന്തൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ആൻസർ ദ നേച്ചർ, ടൈമിംഗ്, എക്സ്റ്റെൻഡ് ഓഫ് റാപ്പ്, nature, time and extent of FAB, and what are the other audit procedures we are going to do in this audit. Okay anoda? Okay. My next question, audit strategy, audit plan are the responsibility. Obviously audit and responsibility ആണ് അല്ലെ? Can we shift this responsibility to the management? Managementോട് പറയാൻ പറ്റും നിങ്ങൾ എനിക്ക് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്തതാ എന്ന് പറയാൻ പറ്റും? No, never. Okay, the overall audit strategy and audit plan remains the auditor's responsibility. Underline that. Okay sir, got it sir. ഓഡിറ്ററിന് വേണമെങ്കിൽ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാൻ
ഫ്രെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ദ റെസ്പോൺസിബിലിറ്റി ബിലോങ്സ് ടു ദ ഓഡിറ്റർ. ജസ്റ്റ് ബിക്കോസ് യു ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്, റെസ്പോൺസിബിലിറ്റി അവിടെ ഷിഫ്റ്റ് ആവുന്നില്ല. റെസ്പോൺസിബിലിറ്റി വിൽ ബി ഓൺ ദ ഓഡിറ്റർ ഇറ്റ്സെൽഫ്. ഓക്കെ ആണോടാ? ഓക്കെ ആണ് സർ. ഗോട്ട് ഇറ്റ് സർ, ഗോട്ട് ഇറ്റ് സർ. DSR. DSR എന്താണ്? ഡയറക്ഷൻ, സൂപ്പർവിഷൻ ആൻഡ് റിവ്യൂ അല്ലെ? ഡയറക്ഷൻ, സൂപ്പർവിഷൻ, റിവ്യൂ. സി, ഒരു എൻഗേജ്മെന്റ് പാർട്ണർ തന്റെ ടീം മെമ്പേഴ്സിന് ഡയറക്ഷൻ കൊടുക്കണം, അവരെ സൂപ്പർവൈസ് ചെയ്യണം, അവരുടെ വർക്ക് റിവ്യൂ ചെയ്യണം. ഓക്കെ ആണോടാ? അത് ഓക്കെ അല്ലേ? ഓക്കെ ആണ് സർ. എത്രത്തോളം DSR ചെയ്യണം, എത്രത്തോളം സൂപ്പർവൈസ് ചെയ്യണം, എത്രത്തോളം റിവ്യൂ ചെയ്യണം, ഇതിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന എന്താ പറയാ, ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന എൻറ്റിറ്റിയുടെ സൈസ് വലുതാണെന്ന് വിചാരിക്കുക. കോംപ്ലക്സിറ്റി കൂടുതലുള്ള വർക്ക് ആണെങ്കിൽ കൂടുതൽ DSR ചെയ്യേണ്ടി വരും. ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന വർക്ക്, ഓഡിറ്റ് ഏരിയ കൂടുതലാണെങ്കിൽ കൂടുതൽ DSR ചെയ്യേണ്ടി വരും. ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന ആ എൻറ്റിറ്റിയിൽ RMM ഹൈ ആണെങ്കിൽ കൂടുതൽ DSR ചെയ്യേണ്ടി വരും. എന്റെ ടീം മെമ്പേഴ്സ് നല്ല കേപ്പബിൾ ആണ്, നല്ല കോമ്പിറ്റന്റ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് ആണെങ്കിൽ എനിക്ക് DSR കുറച്ച് ചെയ്താൽ മതി. അല്ല, അത്ര കോമ്പിറ്റന്റ് അല്ലെങ്കിൽ ഐ നീഡ് ടു extent of DSR will be even more higher അല്ലെ? സോ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? സൈസ് ഓഫ് ദ ഓഡിറ്റ്, സൈസ് ഓഫ് ദ എൻറ്റിറ്റി, ഏരിയാസ് ഓഫ് ദ ഓഡിറ്റ്, RMM ആൻഡ് കോമ്പിറ്റൻസി ആൻഡ് കാപ്പബിലിറ്റി. നമുക്ക് ഇതിനൊരു നെമോണിക്സ് ഉണ്ടാക്കാലോ. എന്താ നെമോണിക്സ്? എന്താ കാർസ്? For capability and competency. A for area of the audit. R, RMM. S, size and complexity of the entity. CARS. എന്താ കാർസ് എന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്. സി, സിമ്പിൾ ടോപ്പിക് ആണ്. ഒരു എൻഗേജ്മെന്റ് പാർട്ണർ തന്റെ ടീം മെമ്പേഴ്സിനെ എത്രത്തോളം DSR ചെയ്യണം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എന്റെ ടീം മെമ്പേഴ്സിന്റെ കഴിവ്, അവർ നല്ല കഴിവുള്ള ആളുകളാണെങ്കിൽ എനിക്ക് DSR ചെയ്യുന്നതിന്റെ അളവ് കുറച്ചാൽ മതി. അവിടുത്തെ റിസ്ക് ഹൈ ആണെങ്കിൽ ഞാൻ കൂടുതൽ DSR ചെയ്യേണ്ടി വരും. എനിക്ക് ചെക്ക് ചെയ്യേണ്ട ഏരിയാസ് കൂടുതലാണെങ്കിൽ ഞാൻ കൂടുതൽ DSR ചെയ്യേണ്ടി വരും. സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ എൻറ്റിറ്റി ഡിപ്പെൻസ്. അപ്പൊ സൈസ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന എൻറ്റിറ്റിയുടെ സൈസിനനുസരിച്ച് നമ്മൾ DSR ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ ആണോടാ? ഓക്കെ ആണ് സാർ. പിന്നെ ഓഡിറ്റ് സ്ട്രാറ്റജി ആൻഡ് ഓഡിറ്റ് പ്ലാൻ. ഓക്കെ, ഇതിന് ആൻസർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി പ്ലാൻ പ്രിപ്പയർ ചെയ്യാറില്ലേ? ഉണ്ട് സർ. നിങ്ങൾ പ്ലാൻ ഒരു തവണ പ്രിപ്പയർ ചെയ്താൽ പിന്നെ അത് മാറ്റാറില്ലേ? ഉറപ്പായിട്ടും മാറ്റാറുണ്ട് സർ, മാറ്റാറേ ഉള്ളൂ അല്ലെ? സോ സെയിം വേ ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രാറ്റജിയും പ്ലാനും പ്രിപ്പയർ ചെയ്താൽ there will be certain circumstances because of which he need to change his audit plan as well as audit strategy. Because see, audit strategy and audit plan is interconnected ആണ്. അപ്പൊ ഒന്നിൽ ചേഞ്ച് വരുത്തിച്ചാൽ ഒബ്വിയസ്ലി മറ്റേതിലും ചേഞ്ചസ് വരും. ഓക്കെ ആണോടാ? ഓക്കെ ആണ് സർ. സോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ചേഞ്ചസ് വരുന്നുണ്ടാവുക? ആസ് എ റിസൾട്ട് ഓഫ് അൺഎക്സ്പെക്ടഡ് ഈവന്റ്, as a result of unexpected event, because of changes in the condition, audit evidence obtained as a result of audit procedures. For example, ഞാനൊരു കമ്പനി ഓഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇനീഷ്യലി വിചാരിച്ചു അവിടെ റിസ്ക് കുറവാണ്, അപ്പൊ അതിനനുസരിച്ച് ഞാൻ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പ്ലാൻ ചെയ്തു. പക്ഷെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യും തോറും എനിക്ക് മനസ്സിലായി അവിടെ റിസ്ക് ഹൈ ആണ്. So accordingly, I will change my audit plan. Accordingly, I will change my risk assessment procedure, further audit procedure. Accordingly, I will change. Okay, Anoda? Yes. So എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഞാൻ എന്റെ ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാനിൽ ചേഞ്ചസ് വരുത്തിക്കുന്നുണ്ടാവുക? As a result of unexpected event, as a result of changes in condition, as a result of audit evidence obtained because of audit procedures. Okay, Anoda? Yes. And final question, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ SA 300 ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റേഴ്സ് ആണ് ഡോക്യുമെന്റ് ചെയ്ത് വെക്കേണ്ടത്? നമ്മൾ ഓൾറെഡി SE 230 ഡോക്യുമെന്റേഷന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലടാ? യെസ്. അപ്പൊ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യേണ്ടത്? ഒന്ന്, സ്ട്രാറ്റജി. നമ്മൾ ഓഡിറ്റ് സ്ട്രാറ്റജി നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. നമ്മുടെ ഓഡിറ്റ് പ്ലാൻ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത സ്ട്രാറ്റജിനകത്തും പ്ലാനിനകത്തും എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ചെയ്യണം. ചേഞ്ചസ് ഇൻ ദ ഓഡിറ്റ് സ്ട്രാറ്റജി ആൻഡ് ചേഞ്ചസ് ഇൻ ദ ഓഡിറ്റ് പ്ലാൻ. ഓക്കെ ആണോടാ? യെസ് സർ, ഗോട്ട് ഇറ്റ് സർ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ SA 300. ഓക്കെ ആണോ? നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് പഠിച്ചത്? ഒന്ന്, മാറ്റേഴ്സ് ടു ബി കവർഡ് ഇൻ ഓഡിറ്റ് പ്ലാൻ, അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്ലാൻ, എസ്റ്റാബ്ലിഷിംഗ് ദ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി, ബെനിഫിറ്റ്സ് ഓഫ് സ്ട്രാറ്റജി, പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ്. ഈ 5 ഫോക്കസ് ക്വയറീസ് ആണ് ഐ സംവെയർ ഫെൽറ്റ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? ഇത്തവണത്തെ RTPനകത്ത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും. ഒന്ന്, നമ്മുടെ ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ് പ്ലാൻ, അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്ലാൻ, എസ്കേപ്ഡ്, ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ ഇവിടെ, ഐഡന്റിഫൈങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഗേജ്മെന്റ് ഡിഫൈൻ ദ സ്കോപ്പ്. ഇതിന്റെ എക്സാമ്പിൾ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ബോക്സിനകത്ത് എക്സാമ്പിൾസ് കാണാൻ പറ്റും. എന്താണ്? ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഗേജ്മെന്റ് ഡിഫൈൻ. എത്ര ബ്രാഞ്ചസ് നമ്മൾ ഓഡിറ്റ് ചെയ്യണം,
സ്കോപ്പ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, എത്ര ബ്രാഞ്ചസ് ചെക്ക് ചെയ്യണം, അവിടെ AFRF ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ അവിടെ ഡിസൈഡ് ചെയ്യുക. സോ അതിന്റെ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് RTPനകത്ത് ഓൾറെഡി ഇത്തവണത്തെ RTPനകത്ത് വന്നിട്ടുള്ളത്. RTPന്റെ സമ്മറൈസ്ഡ് വേർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഡൗൺലോഡ് ദ RTP സമ്മറി നോട്ട്സ്. സമ്മറി നോട്ട്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് മക്കളെ, RTP മിസ് ചെയ്യരുത്. സോ അറ്റ്ലീസ്റ്റ് സമ്മറി നോട്ട്സ് നിങ്ങൾ വായിച്ചു നോക്കണം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, so this is all about our today's topic, essay 300. So I will try to improve the quality of the content of my topics and standards in ഞാൻ present ചെയ്യുന്ന രീതി. I will try to improve myself. നിങ്ങൾക്ക് ഈ വീഡിയോസ്, ഇതുപോലത്തെ വീഡിയോസ് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വേറെ വല്ല സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് വേണം എന്ന് തോന്നുവാണെങ്കിൽ അത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. So soon we will see with next video. Thank you.